സലിംകുമാറിന്റെ സംസ്കാര ചടങ്ങുകളിൽ അതിര് വിട്ടു പെരുമാറിയ അനധികൃത ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമുയരുകയാണ്. ഇന്നലെ നമ്മൾ ഈ വിഷയം വിശദമായി തന്നെ പരിശോധിച്ചതുമാണ്. മരണവീട്ടിൽ ഓൺലൈൻ മീഡിയകളുടെ സമീപനം മര്യാദകളോടെ എല്ലാ സീമകളും ലംഘിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിൽ പ്രതികരിച്ച് കൂടുതൽ പേർ രംഗത്തെത്തുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. മൊബൈൽ ക്യാമറകൾ ഇല്ലാത്ത കാലത്തും നേരിട്ട അനൌചിത്യപരമായ ഇടപെടലുകൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഓർത്തെടുത്ത് മല്ലിക സുകുമാരനും ഇന്ന് ന്യൂസ് 8 സംസാരിച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. രൂക്ഷമായ ഭാഷയിലാണ് ഈ വിഷയത്തിൽ ഇന്ന് ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനമുണ്ടാകുന്നത്. നടൻ സലിംകുമാറിന്റെ സംസ്കാരവേളയിൽ അദ്ദേഹത്തിന്റെ ആരാധകരെന്ന നാട്യത്തിലും മാധ്യമപ്രവർത്തകരെന്ന ഭാവത്തിലും കയ്യിൽ മൊബൈലുമായി വന്ന ചില സാമൂഹ്യ വിരുദ്ധർ കാണിച്ച കോപ്രായങ്ങളും അത് കണ്ട് വേദനിച്ച് നിസ്സഹായനായി നിലവിളിക്കുകയും ഗത്യന്തരമില്ലാതെ ക്ഷോഭിക്കുകയും ചെയ്യുന്ന ചന്തുവിന്റെ അവസ്ഥ കണ്ട് തന്റെ കണ്ണ് നിറഞ്ഞു എന്നതാണ് ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്കിൽ കുറിച്ചത്. തനിക്ക് തോന്നിയ അതേ വികാരം മനുഷ്യത്വമുള്ള എല്ലാ മലയാളികൾക്കും ഉണ്ടായി കാണും. പരിസരബോധമില്ലാതെ ആരുടെയും ദുഃഖം വിറ്റ് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരക്കാരെ എവിടെയും കാണാം. അത് മരണവീടായാൽ അവർക്കേറെ സന്തോഷം. ചൂടോടെ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇട്ടാൽ കൂടുതൽ വ്യൂസ് കിട്ടുമല്ലോ. തന്റെ സംസ്കാരം നടക്കുന്ന സ്ഥലത്തും ഒരിക്കൽ ക്രൂരന്മാരായ ഈ സാഡിസ്റ്റുകൾ വരുമെന്ന് അറിയാം. അന്ന് തനിക്ക് എഴുന്നേറ്റ് നിന്ന് പോയിനടാ നാറികളെ, പോയി മാന്യമായി ജോലി ചെയ്ത് ജീവിക്കണടാ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ആ വാചകം ഇന്ന് തന്നെ അവരോട് പറയുന്നു എന്നാണ് ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈ ക്രിമിനൽ കുറ്റത്തിനെതിരെ IT നിയമപ്രകാരം കേസെടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ആഭ്യന്തര വകുപ്പും പോലീസും ഇക്കാര്യത്തിൽ മുന്നോട്ട് വരണം. പ്രശസ്തി ഒരു ദോഷവും ആരാധന ഒരു ശല്യവുമാകുന്ന അവസ്ഥ ആർക്കും ഉണ്ടാകാൻ പാടില്ല. പ്രശസ്തരും മനുഷ്യരാണ്, അവർക്കും കുടുംബമുണ്ട്. ആ മക്കൾക്കും ബന്ധുമിത്രാദികൾക്കുമൊക്കെ വേണ്ടത് മനസമാധാനവും സ്വകാര്യതയും അല്പം കാരുണ്യവുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, നമ്മൾ നിരവധിയിടങ്ങളിൽ കണ്ടതാണ്. അതിൽ പ്രതികരിക്കാനുള്ള ഒരു അവസരം എന്ന നിലയിൽ പലരും ഇതിൽ പ്രതികരിച്ച് രംഗത്ത് വരുന്നതാണ് കണ്ടത്. നമുക്കറിയാം, പ്രശസ്തി എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് അവരുടെ ജീവിത സാഹചര്യങ്ങളെ പോലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു. അവരുടെ വേദനയിൽ പോലും അത് അവർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി മാറുന്നു എന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം വരച്ചു കാട്ടിയത്. അനധികൃത ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ രമേശ് പിഷാരടിയും ഇന്ന് രംഗത്ത് വന്നു. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിന്റെ കാഴ്ചയാണ് സലിംകുമാറിന്റെ സംസ്കാര ചടങ്ങിൽ കണ്ടതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒരുപറ്റം മൊബൈൽ മാധ്യമപ്രവർത്തകർ അനാവശ്യമായി തിരക്കുണ്ടാക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയും സലിംകുമാറിന്റെ മകനും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും പലരും തിക്കും തിരക്കും കൂട്ടി. ചന്തുവിന്റേത് സ്വാഭാവിക പ്രതികരണമായിരുന്നു എന്നും പിഷാരടി പറഞ്ഞു. ഒരു സെറ്റ് മൊബൈൽ മാധ്യമപ്രവർത്തകരും ഒപ്പം തന്നെ കാഴ്ചക്കാരായിട്ടുള്ളവർ, അവർ മാധ്യമപ്രവർത്തകരൊന്നുമല്ല, എല്ലാവർക്കും കാണുന്ന എല്ലാ കാര്യങ്ങളും എന്തോ ഷൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമുള്ളതുപോലെ എത്തുക വഴിയാണ് ഇന്നലെ മിനിയാന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആകെ ഉണ്ടായിരുന്നത് പോലീസിന്റെ ഒരു ചടങ്ങാണ്. ആ പോലീസിന്റെ ചടങ്ങിന് ആ തോക്കൊന്ന് തിരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇതിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അവിടെ ഒരു സാധാരണക്കാരെ പോലെ നിന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളൊന്നും മാറി നിൽക്കുക, അവരൊന്ന് ഈ ചടങ്ങ് നടത്തിക്കോട്ടെ എന്ന് അവിടുത്തെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ പറയേണ്ടി വരുന്ന സാഹചര്യം നേരിൽ കണ്ട വ്യക്തി കൂടിയാണ് പിഷാരടി. പിഷാരടി മുഴുവൻ സമയവും അവിടെ ടൗൺ ഹാളിലായിട്ടും സംസ്കാരം നടക്കുന്നിടത്തുമൊക്കെ ഉണ്ടായിരുന്നു. അത് നേരിൽ കണ്ട വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. എന്നാൽ ഇത് ഇന്നലെയോ തുടങ്ങിയ സംഭവം ഒന്നുമല്ല. 29 വർഷം മുൻപ് നടൻ സുകുമാരൻ മരിച്ചപ്പോൾ ഉണ്ടായ അനുഭവം തുറന്നു പറഞ്ഞ് മല്ലിക സുകുമാരൻ ന്യൂസ് 8 മൊബൈൽ ക്യാമറകൾ ഇല്ലാത്ത കാലത്തും മനുഷ്യന്റെ സമീപനം എത്ര അനൌചിത്യപരമായിരുന്നു എന്ന് ഓർത്തെടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ മല്ലിക സുകുമാരൻ. ചന്തു സലിംകുമാറിന് പൂർണ്ണ പിന്തുണയെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. നടൻ സലിംകുമാറിന്റെ സംസ്കാര ചടങ്ങുകൾക്കിടയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും മകൻ ചന്തു പ്രതികരിച്ചതിനോട് 100% യോജിക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. സുകുവേട്ടന്റെ മരണദിനത്തിൽ താനും ഇതേ അവസ്ഥ അനുഭവിച്ചതാണ്. അന്ന് പൃഥ്വിരാജ് ചോദിച്ചത് തന്നെയാണ് ഇന്ന് ചന്തുവും ചോദിച്ചതെന്നാണ് മല്ലിക സുകുമാരൻ ന്യൂസ് 8 പറഞ്ഞത്. എനിക്ക് ഇന്നലത്തെ എൻ്റെ ദൈവമേ, സലിംകുമാറിൻ്റെ മോനെ ആര് പറഞ്ഞാലും അവനെൻ്റെ അങ്ങേപ്പുറത്തെ അനുഭവിക്കും. കാരണം ആ കുഞ്ഞിൻ്റെ വേദന ഇതൊക്കെ പറയുമ്പോഴും ആ മുഖം കണ്ടില്ലേ, അങ്ങ് വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ട് മുഖമൊക്കെ വിറയ്ക്കുന്നു. അതിൻ്റെ സങ്കടം കൊണ്ട് പറയുന്നതാണത്. ഒന്ന് മാറി നിൽക്കുക കേൾക്കണ്ടേ. ഈ മൊബൈലുകാരുടെ കാര്യമാണ് സഹിക്കാൻ വയ്യാത്ത. കാരണം എന്താ അറിയോ, ഈ ഒരു അനുഭവസ്ഥയാണ് ഞങ്ങൾക്ക് അന്ന്
വീട്ടിൽ നിന്ന് കലാഭവനെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് വയ്ക്കുന്നു. അവിടുന്ന് സുഹൃത്തിൻ്റെ ബോഡി എടുക്കാൻ താമസിക്കണേ ഉള്ളിൽ പ്രാർത്ഥിക്കണം. അത്രയും നേരം കൂടെ നമുക്ക് ആ മുഖമെങ്കിലും കാണാമല്ലോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ചിന്ത. ഇന്നലെ ആ മോൻ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ അത് സലിംകുമാറിൻ്റെ മോനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്ത് സത്യസന്ധമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് സലിംകുമാർ എന്നറിയാമോ? ഇപ്പം തന്നെ നിങ്ങൾ ആ ഒരു എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കൂ. പാർട്ടിയുടെ അനുഭാവിയായിട്ടല്ല അദ്ദേഹം എപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്വീകരണങ്ങൾ തന്നത് മുഴുവൻ ഞാൻ നാഷണൽ അവാർഡ് വാങ്ങി വന്നപ്പോൾ സ്ഥലത്തെ DYFIക്കാർ തന്നു പറയുന്നു. പോട്ടെ, അതൊക്കെ. പക്ഷേ അത്രയും സത്യസന്ധമായിട്ട് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ആൺകുട്ടിക്ക്, ഒരു മകന് ആ അച്ഛനെ ഓർത്തുള്ള അഭിമാനം എന്തായിരിക്കും ആലോചിച്ചോ? അങ്ങനെയുള്ള ഒരു അച്ഛൻ പോയി, ഇനി അച്ഛൻ്റെ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള തോന്നൽ തന്നെ തകർത്ത് കളയും അവരെ. കാരണം ഞാൻ ഇതുപോലെ 2 ആമക്കളെ ഞാൻ 10ലും പിന്നെ ഇന്ദ്രൻ അങ്ങോട്ട് ചേർന്നതേ ഉള്ളൂ എൻജിനീയറിങ്ങിനും. 12 കഴിഞ്ഞ് ചേരാൻ പോകുന്നേ ഉള്ളൂ. ആ സമയത്താണ് സുഗോട്ടൻ്റെ മരണം. അന്ന് ഈ കലാഭവനിലേക്ക് കൊണ്ടുവച്ചു. പാവം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഓടി വന്നു. മമ്മൂട്ടി വന്നപ്പോഴത്തേക്ക് അന്ന് ഈ പറഞ്ഞിട്ട് ഇതുപോലെ വലിയ ബഹളം, അടുത്ത ആൾ വന്നപ്പോഴും ബഹളം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് മോനിങ്ങനെ ഒരുമാതിരി നിർവികാരനായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. എനിക്കാണെങ്കിൽ അങ്ങ് സങ്കടവും സഹിക്കാൻ വയ്യ. അവർ കുറച്ച് കഴിയുമ്പോൾ എടുക്കും, അവിടെ നിന്ന് എടുക്കും, ആംബുലൻസ് വന്ന് നിൽക്കുന്നു, എടുക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നു. അപ്പോൾ ആ ഒരു വെപ്രാളം. അപ്പോൾ അവനിങ്ങനെ എൻ്റെ തോളത്ത് വന്ന് കൈവച്ച് എല്ലാം കഴിഞ്ഞിട്ട് അന്നേരം ചോദിച്ചില്ല, അമ്മേ ഇപ്പോൾ ഈ ഇങ്ങനെ വന്ന് കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നവരൊക്കെ ശരിക്കും അച്ഛനെ കാണാൻ വന്നതായിരിക്കത്തില്ല അമ്മേ, സ്റ്റാർസിനെ കാണാൻ വന്നതായിരിക്കും, അവർക്ക് വേറൊരു സ്ഥലം കൊടുത്തൂടെ? അവരെന്നോട് ചോദിച്ച ചോദ്യം. മരണവീട്ടിൽ ഔചിത്യമില്ലാതെ താരങ്ങളും പെരുമാറുന്നു എന്ന വിമർശനം കൂടി മല്ലിക സുകുമാരൻ ഉന്നയിച്ചു. ക്യാമറയിൽ മുഖം വരാൻ വേണ്ടി മാത്രം മരണവീട്ടിലെത്തുന്ന സിനിമാക്കാരുണ്ടെന്നും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മല്ലിക സുകുമാരൻ പറഞ്ഞു. ഞങ്ങളുടെ സംഘടനയിലുള്ള ഒരു വ്യക്തി പോലും അത് മുമ്പിൽ കൂടെ പോയപ്പോൾ അവിടെ ഇരിക്കുന്നത് ഇന്നാരാണെന്ന് ശ്രദ്ധിക്കുന്നില്ല. ആദ്യം അറിയാതെ അദ്ദേഹം കയറി മുമ്പിൽ നിന്നു. അപ്പോൾ ആരോ തോളത്ത് തട്ടുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് മാറി നിന്നു. എന്തിനാ പിന്നെ അവിടെ പോയത്? ഈ മനുഷ്യൻ്റെ ചലനമറ്റ ശരീരം കാണാൻ പോകുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും അവിടെ ഉണ്ടെന്നും കാണണമെന്ന് പറഞ്ഞുകൂടെ? അതോ ചുമ്മാ ക്യാമറയിൽ ഞാനും വന്നോട്ടെ അവിടെ? അതങ്ങനെ ഉണ്ട്, കുറച്ച് പേര് സിനിമാക്കാരിലും ഉണ്ട്. ഞാൻ വലിയ താരങ്ങളല്ല, അവരൊക്കെ പോയത് വേദനയോടുകൂടി തന്നെയാണ് പോകുന്നത്. അല്ലാതെ പോകുന്നവരുണ്ട്, ഞാനിവിടെ വന്നു. അങ്ങനെയുള്ളവർക്കാണല്ലോ ഈ കുറച്ച് മാറി നിന്ന് കാണുന്നതിലും പ്രമുഖരുടെ കൂടെ നിന്നിടിക്കാനുള്ളൊരു താല്പര്യം. ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ പറയുന്നത് സത്യം. മനുഷ്യർ മരണം ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ തങ്ങൾക്കിടയിലും ഉണ്ട് എന്ന് കൂടി മല്ലിക സുകുമാരൻ പറയുന്നു. എന്തായാലും ഇതിനെതിരെയൊക്കെ സർക്കാർ തലത്തിൽ കൃത്യമായ നടപടിയെടുക്കണമെന്നൊരാവശ്യം കൂടി മല്ലിക സുകുമാരൻ മുന്നോട്ട് വെച്ചു. എന്തായാലും അവരവർക്ക് സംഭവിക്കുമ്പോഴേ ചിലതൊക്കെ ചിലർ പഠിക്കൂ എന്നതാണ് മനസ്സിലാകുന്നത്. മനുഷ്യത്വവും സഹജീവി സ്നേഹവും മര്യാദയും നിയമങ്ങളിലൂടെ ഉറപ്പാക്കേണ്ടതല്ല, അത് ഓരോ മനുഷ്യനും സ്വയം തോന്നേണ്ടതാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പോലും സ്വയം വിമർശനപരമായി ഉൾക്കൊള്ളാൻ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ അവസരമൊരുക്കട്ടെ എന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.